കരുവാറ്റ പഞ്ചായത്തിലെ ഉദ്യാനം ഗാർഡൻ. ഉപരിപഠനങ്ങളേറെ പിന്നിട്ടിട്ടും തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് മാതൃകയാണ് ഉദ്യാന പരിപാലകനായ സി മുരളി. ദേശീയ പാതയ്ക്കരികിൽ പാരമ്പര്യമായി കിട്ടിയ സ്ഥലം എങ്ങനെ ക്രിയാത്മകമായി ജീവിതോപാധിയും മാനസികോല്ലാസത്തിനും പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയുടെ ഫലപ്രാപ്തിയാണ് ഉദ്യാനം അഗ്രി സെന്റർ. അലങ്കാര ചെടികളും അലങ്കാര മത്സ്യങ്ങളും അലങ്കാര പക്ഷികളുടെയും കൃഷിയുമായി സന്തോഷകരമായി കഴിയുകയാണ് ഇയാൾ. നഴ്സറി വ്യവസായം ഒരു വരുമാന വർദ്ധക പരിപാടിയായിട്ടാണ് നമ്മൾ ആസൂത്രണം നടപ്പാക്കിയിരിക്കുന്നത്. നഴ്സറി ചെടികൾ, ഔഷധസസ്യങ്ങൾ, നമ്മുടെ ഫലവർഗ സസ്യങ്ങൾ, കൂടാതെ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലങ്കാര മത്സ്യങ്ങൾ, അലങ്കാര കോഴികൾ, അലങ്കാര മറ്റ് പക്ഷികൾ, ഇതെല്ലാം ഉൾപ്പെട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മുയലുകൾ, ഗൂസ്, അരയന്നങ്ങൾ, പാത്ത, കോഴികൾ, ഫാൻസി കോഴികൾ, ഇതെല്ലാം ഉൾപ്പെട്ട ഒരു സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ നഴ്സറി സംവിധാനം നടത്തിക്കൊടുക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ അലങ്കാര സസ്യങ്ങളും ഫലവർഗ സസ്യങ്ങളും പിന്നെ കൂടാതെ ഫലവർഗങ്ങളുടെ ഒരു വിപണന കേന്ദ്രവും അതുമായിട്ടുണ്ട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ഉദ്യാനം അഗ്രി നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ജീവിക്കാനൊരു മാർഗം ഈ രീതിയിലും കണ്ടെത്താം എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാര്യം നമ്മളെല്ലാം ഗവൺമെൻറ് സർവീസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാലഘട്ടമല്ല ഇത്. നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിലും അതിൽ നിന്നും പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ജൈവ സമ്പത്തിനെ സമ്പുഷ്ടമാക്കുവാനും മറ്റ് നമുക്ക് വരുമാന വർദ്ധക പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാനും ഉള്ള ഒരു പദ്ധതി പോലെയാണ് ഇതിൻ്റെ കാര്യം. ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിലാണ് ഞാൻ ഈ പ്രവർത്തന മേഖലയിലേക്ക് തിരിഞ്ഞത്. 2500 രൂപ മുതൽ 15,000 വരെയുള്ള അപൂർവ ഇനം പ്രാവുകൾ ഇവിടെ ലഭ്യമാണ്. കഴുത്തിൽ വളരെയധികം രോമാവൃതമായ ഈ പ്രാവുകൾ പൗട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് വിപണിയിൽ 10,000-ന് മുകളിൽ വിലയുണ്ട്. ഇതിന് വേണ്ട 15,000 രൂപ മുതൽ 20,000, 25,000 രൂപ വരെ വില കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ആണിൻ്റെ കഴുത്ത് ഭാഗം വളരെയധികം വീർത്ത് ഈ പൗട്ട് വളരെ ഭംഗിയായിട്ടിരിക്കും. അതിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. ചിറകുകൾ ഫാൻ പോലെ വിരിഞ്ഞിരിക്കുന്ന ഈ ഇനം പ്രാവുകൾ ഫാൻ ടെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. 2,500 രൂപ മുതൽ 3,000 രൂപ വരെയാണ് ഇതിൻ്റെ വില. ഫ്രിൽ ഇനത്തിൽപ്പെട്ട പ്രാവുകളും ഈ അപൂർവ പ്രാവിനങ്ങളിലുണ്ട്. ഗോതമ്പ് മണികളും അരിയുമാണ് പ്രധാനമായും പ്രാവുകൾക്ക് നൽകാറുള്ളത്. പെട്ടെന്ന് വളർച്ച പ്രാപിക്കുന്ന രാസഭക്ഷണങ്ങളൊന്നും തന്നെ പക്ഷികൾക്കിവിടെ നൽകുന്നില്ല. പ്രാവുകൾക്കൊപ്പം വാത്തകളും ഇവിടെയുണ്ട്. 400 രൂപയ്ക്ക് വാത്തക്കുഞ്ഞുങ്ങളും വലിയ വാത്തയ്ക്ക് 5,000 രൂപ വരെയും വിലയുണ്ട്. വളർത്തുപക്ഷികളിൽ വച്ച് കൂടുതൽ കാലം ഉൽപാദനക്ഷമത നിലനിർത്താനുള്ള കഴിവ് വാത്തകൾക്കാണ്. വാത്തകൾ പൊതുവെ നന്നായി അടയിരിക്കുന്ന പക്ഷികളാണ്. അടയിരിക്കുമ്പോൾ തീറ്റ തിന്നാതെ ചത്തുപോകുന്ന ശീലവും ഈ പക്ഷികൾക്കുണ്ട്. ഇവയുടെ മുട്ടകൾ വിരിയാൻ 28 മുതൽ 30 ദിവസങ്ങൾ വരെ വേണം. ഏത് ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കാനുള്ള ശേഷിയും ഇതിൻ്റെ പ്രത്യേകതയാണ്. വാത്തകൾക്കായി തൻ്റെ പുരയിടത്തിലെ ചെറിയൊരു ഭാഗത്ത് ജലാശയവും ഒരുക്കിയിട്ടുണ്ട് മുരളി.
അലങ്കാര കോഴികളിൽ അമേരിക്കൻ ബാൻഡം എന്നറിയപ്പെടുന്ന ഇനം വളരെ ശ്രദ്ധേയമാണ്. 4000 രൂപ വരെ വിപണി വിലയുള്ളതാണ് ഈ ഇനം കോഴികൾ. കറുത്ത നിറത്തിലെ കോഴിയുടെ കണ്ണിന് ചുറ്റുമുള്ള ചുവന്ന വരകൾ ഈ കോഴിയുടെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. അലങ്കാരത്തിനായി സിൽക്കി കോഴികളും ധാരാളമായി ഇവിടുണ്ട്. കാലുവരെ തൂവൽ കൊണ്ട് നിറഞ്ഞ ഈ കോഴികൾക്കും ആവശ്യക്കാരേറെയാണ്. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന 1500 രൂപ മുതൽ വിലയുള്ള കോഴികളാണ് സിൽക്കി കോഴികൾ. സാധാരണ കോഴികളേക്കാൾ അലങ്കാര കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതിനാൽ തന്നെ പ്രത്യേക പരിരക്ഷയും ആവശ്യമാണ്. ഏത് അസുഖവും ആദ്യം പക്ഷികളെ ബാധിക്കുമെന്നതിനാൽ എപ്പോഴും കൂട് വൃത്തിയായി സൂക്ഷിക്കുകയും വെള്ളം ഇടയ്ക്കിടെ മാറ്റുകയും വേണം. അലങ്കാര പക്ഷികളുടെ വിപണന കേന്ദ്രങ്ങളിൽ പോലും ധാരാളം ഇനങ്ങളുടെ അഭാവം കാരണം ആർക്കും പരീക്ഷിക്കാവുന്ന കൃഷിയാണ് അലങ്കാര പക്ഷി കൃഷി. സാധാരണ അലങ്കാര ചെടികളായ ഓർക്കിഡ്, ആന്തൂറിയം, വിവിധ ഇനം ചെമ്പരത്തികൾ, റോസ് തുടങ്ങി ചെടികൾക്കപ്പുറം അത്യപൂർവ ഇനങ്ങളായ അലങ്കാര ചെടികളും ഇവിടുണ്ട്. മാൻഡിവില്ല, റോസിഡ, യുഫോബിയ പോലുള്ള ചെടികൾ തൻ്റെ യാത്രകളിൽ നിന്നും തൈകളായി ശേഖരിച്ച് വളർത്തി വിൽക്കുകയാണ് പതിവ്. ചെടികൾക്ക് ചാണകപ്പൊടിയും കരിയും ഉണങ്ങിയ ഇലകളുടെ അവശിഷ്ടങ്ങളുമെല്ലാമാണ് നൽകാറുള്ളത്. മാൻഡിവില്ല എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ പൂക്കൾ വെള്ള, ചുവപ്പ്, പിങ്ക് നിറങ്ങളിൽ ലഭ്യമാണ്. തൈകൾക്ക് തന്നെ 250 രൂപ വിലയുള്ള ഈ ചെടികൾ കയറുകെട്ടി പടർത്തിവിടാറാണ് പതിവ്. ബഡ്ഡിംഗ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോസിഡ എന്നറിയപ്പെടുന്ന പൂക്കളും ചുവപ്പ്, പിങ്ക് നിറങ്ങളിൽ ലഭ്യമാണ്. തൈകൾക്ക് 100 രൂപ വരെ വിലയുള്ള ഈ ചെടിക്ക് ധാരാളം ആവശ്യക്കാർ നിത്യേന എത്താറുണ്ടെന്ന് മുരളി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ നഴ്സറിയിൽ കാണുമ്പോൾ കുറേ റോസ്, കുറേ ചെമ്പരത്തി, തെറ്റി ഇതൊക്കെയല്ലേ. ഞാൻ ഏറ്റവും പുതിയ വെറൈറ്റികൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് കളക്ട് ചെയ്ത് കൊണ്ടുവരാനും അതിൻ്റെ ചിലപ്പോൾ ഒരു പുതിയ വെറൈറ്റി ഇറങ്ങുമ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 600, 700, 1000 രൂപയായിരിക്കും. അത് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അന്നേരം വിൽക്കില്ല. ഞാനതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് സാധാരണക്കാരന് ഇപ്പോൾ 1000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ ഒരു 100 രൂപ നിരക്കിൽ കൊടുത്തുകൊണ്ട് 10 എണ്ണം തൈ കൊടുത്താൽ എൻ്റെ മുതൽ കിട്ടി. പിന്നീട് ഏറ്റവും വില കുറച്ച് കൊടുത്തുകൊണ്ട് സാധാരണക്കാരിൽ ചെടികൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വഭാവം. കാര്യം ഇന്ന് പല ചെടികളും നമുക്ക് ഇന്ന് കാണുന്ന ചെടിയല്ല നാളെ ഈ നമ്മുടെ നഴ്സറിയിൽ കാണുന്നത്. ഹോളണ്ടിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് വലിയ വിലയ്ക്ക് കൊണ്ടുവന്ന് ഒത്തിരി ചെടികൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓർക്കിഡ്, അഡീനിയം, അതുപോലെ പുതിയ ഒത്തിരി ചെടികൾ. അപ്പോൾ ഈ ചെടികളെ ഞാൻ എവിടെ കണ്ടെത്തി കഴിഞ്ഞാലും അതുപോലെ ഔഷധസസ്യങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൂടി. കാര്യം ഒരു വിപണനത്തെക്കാൾ ഉപരി സാധാരണക്കാരിൽ ഈ ചെടികൾ വളർത്തുന്നതിൽ ഒരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു വിശ്വാസം കൂടി എനിക്കുണ്ട്. അലങ്കാര ചെടികൾക്കും പക്ഷികൾക്കും പുറമെ ധാരാളം ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. മാവ്, പ്ലാവ്, പേര, നാരകം, മാംഗോസ്റ്റീൻ തുടങ്ങിയവയാൽ സമൃദ്ധമാണ് ഈ സ്ഥലം. വളർച്ചയിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചെടിയാണ് മാംഗോസ്റ്റീൻ. തൈകളായിരിക്കുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാൻ പാടില്ല. അതിനാൽ തന്നെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ കമ്പോ വാഴയിലയോ ഉപയോഗിച്ച് തണലൊരുക്കാറുണ്ട്. ആദ്യഘട്ടം പിന്നിട്ടാൽ പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ലാതെ തന്നെ വളർന്ന് പുഷ്പിച്ച് ഫലം തരുന്ന ചെടിയാണ് മാംഗോസ്റ്റീൻ. വളരെ അപൂർവ ഇനം മുളകളാൽ സമ്പന്നമാണ് ഉദ്യാനം. ആനമുള എന്നറിയപ്പെടുന്ന 40നും 60നും വർഷങ്ങൾക്കിടയിൽ മാത്രം പൂക്കുന്ന മുളയിനങ്ങളാണിത്. സാധാരണ മുളകളേക്കാൾ വലിപ്പമുള്ള ഇത്തരം മുളകൾ പൂത്താൽ പോലും ഒരുപാട് കാലം നശിക്കാതിരിക്കും.
ധാരാളം ജലം ഭൂമിയിൽ നിന്നും വലിച്ചെടുക്കുന്ന മുളകളുടെ വേരുകൾ വളരെ ആഴത്തിൽ പടർന്നു പോകാറുണ്ട്. അതിനാൽ തന്നെ മറ്റു വിളകൾക്ക് കേടുവരാതിരിക്കാൻ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി വേര് പടർന്നു പോകുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ മുളയെന്ന് പറയുന്നത് ബാംബൂസിയ ജൈജാൻഡിയ എന്ന വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ്. അതായത് ഇന്ത്യയിലുള്ള ഏതാണ്ട് 60-70 വിഭാഗത്തിലുള്ള മുളകളുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയതും ഏറ്റവും വിപണന സാധ്യതയുമുള്ള ഒരു മുളയാണ് ഈ ബാംബൂസിയ ജൈജാൻഡിയ. ഇത് എന്നോട് നിർദ്ദേശിച്ചത് നമ്മുടെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ എൻ്റെ തലവൻ, മുള വിഭാഗത്തിൻ്റെ തലവനാണ് ഇത് നമുക്ക് എൻ്റെ വേണ്ട നിർദ്ദേശം നൽകിയത്. അദ്ദേഹം പറഞ്ഞു ഇത് 40-60 വർഷത്തിനിടയിലേ പൂക്കാറുള്ളൂ, അത്രയും പ്രായമെങ്കിലേ പൂക്കാറുള്ളൂ. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി നശിക്കും. ചില മുളഭാഗങ്ങൾ ഒന്നിച്ച് പൂക്കും, ഒന്നിച്ച് നശിക്കും. ഇതങ്ങനെയല്ല, ഒരു മുള പൂത്ത് കഴിഞ്ഞാൽ അത് ഏതാണ്ട് കുറേ കാലം കൊണ്ട് നശിക്കും, അടുത്തത് മുള പൂട്ടും. അങ്ങനെ ഒരു 10 വർഷം കൊണ്ടാണ് ഈ ഫാമിലി മൊത്തം നശിക്കുന്ന ഒരു സംവിധാനത്തേക്ക് വരുന്നത്. ഇത് ഒത്തിരി നമുക്ക് ഇവിടെ കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയോട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ തടയണ നിർമ്മിക്കുവാനും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വീടുകൾ പണിയുന്നതിനും ഒക്കെ ഈ മുള ഉപയോഗിക്കാം. ആനമുള, പറമുള എന്ന ഒക്കെ മലയാളത്തിൽ പറയുമെങ്കിലും ബാംബൂസിയ ജൈജാൻഡിയ എന്ന വർഗത്തിൽപ്പെട്ടതാണെന്നാണ് ഔദ്യോഗികമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏറ്റവും കടുപ്പം കൂടിയ ഇതിൻ്റെ ഭാഗം, ഏറ്റവും കടുപ്പം കൂടിയുള്ള ഭാഗമാണ്. ഇത് ഒത്തിരി വിപണന സാധ്യത ഉള്ള ഒരു വർഗം കൂടിയാണ്. ഞങ്ങളുടെ രണ്ട് പൂർവികരാരോ വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. പല ആളുകളും ഇത് കൊണ്ടുവച്ചെങ്കിലും ഇത് തൈകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ അരി വീണ് തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ വിപണനം ചെയ്യാനായിട്ട് കൂടുതൽ വിപുലമാക്കാനും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുളന്തടിക്കും മുളയരിക്കുമായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. മുളയുൽപ്പന്നമുണ്ടാക്കി വിൽക്കുന്ന കച്ചവടക്കാരും ഇവിടുത്തെ സന്ദർശകരാണ്. സ്കൂളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കുട്ടികൾക്ക് അറിയത്തില്ല ഈ പല ഔഷധസസ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന പല ചെടികളെക്കുറിച്ചും ഇന്ന് അറിയത്തില്ല. നമ്മുടെ മുറ്റത്ത് ധാരാളം ചെടികളുണ്ട്. തുമ്പയാണെങ്കിലും മുക്കുറ്റിയാണെങ്കിലും പൂവാങ്കൂറന്തലാണെങ്കിലും വള്ളിപ്പാലയാണെങ്കിലും അല്ലെങ്കിൽ ഓരില, മൂവില, ഇതൊക്കെ തുടങ്ങിയ ഒത്തിരി ഔഷധ സസ്യങ്ങൾ നമ്മുടെ പറമ്പുകളിൽ പോലുമുണ്ട്. ഇവയെ കളക്ട് ചെയ്തുകൊണ്ട് അത് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, എന്താണ് അതിൻ്റെ വിപണന സാധ്യതകൾ, എന്താണ് അതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും സ്കൂളുകളിൽ ഇതിൻ്റെ പ്രയോജനങ്ങൾ എത്തിക്കാനും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച്. അതുപോലെ അന്യം നിൽക്കുന്ന പല ചെടികളുണ്ട്. പലപ്പോഴും ഇലഞ്ഞി എന്താണെന്നോ അല്ലെങ്കിൽ വന്നി എന്താണെന്നോ അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും ഞാൻ പലപ്പോഴും സ്കൂളുകളിൽ ഇതിന് പോയി പലപ്പോഴും ക്ലാസ് എടുക്കുകയും ഇതിൻ്റെ വിപണന സാധ്യതകൾ, അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും ഈ ഔഷധസസ്യങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും. നമ്മുടെ സ്കൂളുകളിൽ, പല സ്കൂളുകളിലും ഇന്ന് അവാർഡ് നേടിയിരിക്കുന്ന പല സ്കൂളുകളിലും അതിൻ്റെ നക്ഷത്ര വനങ്ങളും അല്ലെങ്കിൽ അമൂല്യ സസ്യങ്ങളും ഞാൻ സൗജന്യമായോ അല്ലെങ്കിൽ നാമമാത്രമായ വില കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട പ്രചോദനം നൽകാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമല്ല, അതെൻ്റെ ഒരു പരിസ്ഥിതിയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാറുള്ളതാണ്. ധാരാളം കരഭൂമിയുണ്ടെങ്കിലും ക്രിയാത്മകമായി ഉപയോഗിക്കാതെ സർക്കാർ ജോലിയും കാത്തിരിക്കുന്ന കേരളീയ യുവാക്കൾക്കൊരു മികച്ച മാതൃക തന്നെയാണ് മുരളി. ചെറിയ സ്ഥലത്തിൽ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം സന്തോഷകരമായി കഴിയുകയാണ് ഈ കർഷകൻ. ഔഷധച്ചെടികൾ വളർത്തി വിൽക്കുന്നതോടൊപ്പം തന്നെ അവയുടെ ഉപയോഗം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയാണിയാൾ.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്കാർക്ക് ഇപ്പോൾ ലൈസൻസ് പുതുക്കാം. കശുമാവ് കൃഷിക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. സ്പൈസസ് ബോർഡ് നൽകിയിരുന്ന 2011-14 വർഷങ്ങളിലേക്കുള്ള എക്സ്പോർട്ടർ രജിസ്ട്രേഷന്റെ കാലാവധി ആഗസ്റ്റ് 31 അവസാനിക്കും. പുതിയ ലൈസൻസുകളുടെ കാലാവധി 2014 സെപ്റ്റംബർ മുതലാണ് നിലവിൽ വരുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്കാർ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ ഇപ്പോൾ ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.indianspices.com. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ വെജിറ്റബിൾ ഫാമിൽ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ശീതകാല പച്ചക്കറി തൈകൾ വിതരണത്തിന് തയ്യാറായി. കൂടാതെ മികച്ച ഇനം റോബസ്റ്റ വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകളും പച്ചക്കറി വിത്ത് പാക്കറ്റുകളും പുതുകാല പുഷ്പങ്ങളായ ഡാലിയ, ജർബറ പൂച്ചെടികളും ഫാമിൽ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ വണ്ടിപ്പെരിയാർ വെജിറ്റബിൾ ഫാമുമായി ബന്ധപ്പെടണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 30 മുൻപായി കൊല്ലത്തെ കശുമാവ് വികസന ഏജൻസിയുടെ ഹെഡ് ഓഫീസിലോ ഫീൽഡ് ഓഫീസർ മുൻപാകെയോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 276 0456. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ സംയോജിത മാതൃകാ കൃഷിത്തോട്ട പദ്ധതി പ്രകാരം 50 സെന്റ് മുതൽ 1 ഏക്കർ വരെ കൃഷിഭൂമിയുള്ള സംയോജിത കൃഷിക്ക് താൽപ്പര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുന്നു. കൊല്ലം ചവറ പുതുക്കാട് ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ അസ്ട്രാലോബ് വൈറ്റ് ലഗോൺ സങ്കരയിനത്തിൽപ്പെട്ട ഗ്രാമലക്ഷ്മി കോഴികൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ ജൂൺ 20 രാവിലെ 10 മണിക്ക് മുമ്പായി മൃഗാശുപത്രിയിൽ ബന്ധപ്പെടണം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മോറീഷ്യസ് എന്ന ഇനം പൈനാപ്പിൾ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. മാംസളമായ ഭാഗവും ശരാശരി നല്ല തൂക്കവും കിട്ടുന്ന ചക്കകളാണ് മോറീഷ്യസ് ഇനം തരുന്നത്. ഈ ഇനത്തിന്റെ ധാരാളം കന്നുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ തൈകൾ ആവശ്യമുള്ള കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9847 96 0300. ക്ഷീരവികസന വകുപ്പിന്റെ കോട്ടയം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി ഇഞ്ചിയാനി ക്ഷീരസംഘത്തിൽ ഈ മാസം 26 പാൽ ഗുണനിലവാര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. പാൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും പാലിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അറിയുന്നതിന് അവസരം ഉണ്ടായിരിക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടിമറ്റം ക്ഷീരസംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഈ മാസം 20 സംഘം ഓഫീസിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നു. ആനന്ദ് മാതൃകാ ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തന പ്രസക്തി, ക്ഷീരമേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന പ്രവണതകളും, ഡയറി ഫാമുകളുടെ യന്ത്രവൽക്കരണം, നബാർഡ് ഡയറി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്കീം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. എല്ലാ ക്ഷീര കർഷകരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ക്ഷീരവികസന ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 14,100 രൂപ, കോഴിക്കോട് 15,300 രൂപ, തൃശൂരിൽ 14,400 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,670 രൂപ, കോഴിക്കോട് 10,000 രൂപ, തൃശൂരിൽ 9,670 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, ഗാർബിൾഡ് 68,600 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലത്ത് 7,200 രൂപ, ഈറോഡിൽ 7,400 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 14,000 രൂപ, 4 ഗ്രേഡ് 14,500 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 14,100 രൂപ, 4 ഗ്രേഡ്
14,550 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 14,100 രൂപ, കൊപ്ര 9,550 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, ഗാർബിൾഡ് 68,600 രൂപ, ചുക്ക് മീഡിയം 31,500 രൂപ, ബെസ്റ്റ് 33,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യം, ജാതിക്ക തൊണ്ടൻ 240-നും 250-നും മധ്യം, തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യം, ജാതിപത്രി 800-നും 900-നും മധ്യം, ഗ്രാമ്പു 900-നും 1,065-നും മധ്യം. റബ്ബർ RSS 5 ഗ്രേഡ് 14,000 രൂപ, 4 ഗ്രേഡ് 14,500 രൂപ, ഒട്ടുപാൽ 10,100 രൂപ, ലാറ്റക്സ് 11,700 രൂപ. കമ്പോള അവലോകനം. വിദേശ കുരുമുളക് ഉത്തരേന്ത്യയിൽ ലഭ്യമായതോടെ കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് സംഭരണം ഇടപാടുകാർ കുറച്ചു. അതേസമയം രാജ്യാന്തര മാർക്കറ്റിൽ നിന്ന് പുതിയ ഓർഡറുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കയറ്റുമതി കേന്ദ്രങ്ങൾ. ചുക്ക് ക്ഷാമത്തിനിടയിൽ നിരക്ക് താഴ്ന്നാണ് വ്യാപാരം ആരംഭിച്ചത്. ഉൽപാദന മേഖലയിൽ കാര്യമായി ചുക്കില്ലാത്ത അവസ്ഥയാണ്. മികച്ച ചുക്കിന് 32,500 രൂപയാണ് വില. തമിഴ്നാട്ടിൽ നിന്നുള്ള മഞ്ഞളിന്റെ ലഭ്യത ഉയർന്നത് വിലയെ ബാധിച്ചു. ഈറോഡ്, സേലം ഭാഗങ്ങളിൽ നിന്നുള്ള മഞ്ഞൾ വില 7,200-നും 7,400 രൂപയ്ക്കും മധ്യയാണ്. റംസാൻ നോമ്പുവേളയിലെ ആവശ്യങ്ങൾ ഏലക്ക വില ഉയർത്തി. കൊച്ചിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ 1,063 രൂപയായും ശരാശരി ഇനങ്ങൾ 759 രൂപയായും ഉയർന്നു. റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. റബ്ബർ വ്യവസായികൾ 4-ാം ഗ്രേഡ് കിലോ 145 രൂപയ്ക്കും 5-ാം ഗ്രേഡ് 140 രൂപയ്ക്കും ശേഖരിച്ചു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളുടെ താപനില. കണ്ണൂർ കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 23.5. കൊച്ചി 32.2, 25. ആലപ്പുഴ 32.4, 24.5. പുനലൂർ 33.5, 23. തിരുവനന്തപുരം കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.